നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിപ് ബാം മസ്റ്റായിട്ട് നിങ്ങൾ വിൻ്ററിലാണ് വരുന്നതെങ്കിൽ നോർത്തിലേക്ക് കയറുമ്പോഴും അല്ല സമ്മറിലാണെങ്കിൽ ജമ്മു ശ്രീനഗർ കയറുമ്പോഴേക്കും മസ്റ്റായിട്ട് കയ്യിൽ കരുതേണ്ട കാര്യമാണ് ലിപ് ബാം മോയ്സ്ചറൈസർ. എൻ്റെ മുഖമൊക്കെ നോക്കിങ്ങനെ ഡ്രൈ ആയി മോയ്സ്ചറൈസറൊക്കെ നല്ല കാര്യമായിട്ട് ഇടുന്നുണ്ട്. പക്ഷേ ഫുൾ കുത്തും കോമയൊക്കെ കുറച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. ഇത് ഫുൾ കുത്തും കോമയും അധികം എന്നാൽ വെയിലത്ത് ഇറങ്ങുന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ഉണ്ട് തല ഫുൾ ഡാൻഡ്രഫിൻ്റെയും വേദനയുടെയും തല ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ ഇട്ട് ഞങ്ങൾ ഒരു 2-3 ദിവസത്തിലൊരിക്കൽ നല്ല ഹോട്ടൽ റൂംസ് കിട്ടുമ്പോൾ കുളിക്കാറുണ്ട്. ഒന്നും കുളിച്ചു, പക്ഷെ ഞങ്ങൾക്ക് തല ഫുൾ ഡാൻഡ്രഫും അത് നമുക്ക് ക്ലൈമറ്റുമായിട്ട് സെറ്റ് ആവാത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടീഷണർ ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ഇത് ലിപ് ബാം മസ്റ്റായിട്ട് കരുതുക, അല്ലെങ്കിൽ ചുണ്ടെല്ലാം പൊട്ടി കീറിപ്പോവും. പിന്നെ മോയ്സ്ചറൈസർ കരുതുക. ദേഹം ഫുൾ മോയ്സ്ചറൈസർ ഇടുക കേട്ടോ, അല്ലെങ്കിൽ മുഖം മാത്രമല്ല കൈയും കാലും ഒക്കെ ചൊറി പിടിച്ച് കരിങ്ങി ഡ്രൈ ആയി വല്ലാതെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് കരുതേണ്ട സാധനമാണ്. അപ്പോൾ നമ്മൾ കാർഗിലാണുള്ളത്, അത് ഞാൻ പറയാൻ വിട്ടു. കാർഗിലാണുള്ളത്. എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ആയിട്ട് സെറ്റ് ആവാത്തതുകൊണ്ടാണോ, ഇവിടെ നിന്ന് അത്ര ഹൈറ്റ് ഉണ്ടല്ലോ, അത്ര ഹൈറ്റൊന്നും ഇല്ലെങ്കിലും എന്തോ ഒരു ഭയങ്കര ക്ഷീണം. നന്നായിട്ട് നല്ല കിടന്നുറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. വേദ കുളിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലഡാക്ക് നമ്മുടെ ട്രിപ്പിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. പോയിട്ട് തിരിച്ച് നാടെത്തുന്നത് വരെ ഒരു ടെൻഷനുണ്ട്. എന്തായാലും നമുക്ക് ടു ലഡാക്ക്. ഇവിടെ കുറേ കാശ്മീരികളാണോ എന്താണെന്ന് അറിയില്ല, കുറേ ടൂർ വന്ന കുറേ പെണ്ണുങ്ങളുണ്ട് കേട്ടോ. എന്തൊരു ബഹളവും തീറ്റിയെന്നോ. മാവാണെങ്കിൽ എനിക്കിഷ്ടമാണ്. റെഡ് കഴിയിടാൻ കോൺഫ്ലെക്സ് ഉണ്ട്, നമ്മൾ പോവാണ്. നമ്മുടെ ഹോട്ടൽ ദേ അവിടെ ആയിരുന്നു. ഗ്രീൻ കളർ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. ഓക്കെ, നമ്മൾ പോവാം. അത്യാവശ്യം വലിയൊരു സിറ്റി ആയിരുന്നു കേട്ടോ കാർഗിൽ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ചെറുതാണെന്ന് കരുതി, പക്ഷെ വലിയ സിറ്റി, നിറയെ ആൾക്കാരും സ്കൂളും കുട്ടികളും. രാവിലെയൊക്കെ അതേ പിള്ളേർ സ്കൂളിൽ പോകുന്നത് നമ്മളവിടെ സ്കൂളിൽ പോകും പോലെ. ഈ ലമയൂരാണെന്ന് തോന്നുന്നു ബിഗ്ഗസ്റ്റ് ബുദ്ധ ടെമ്പിൾ ഉള്ളത്. നമുക്ക് പോകേണ്ടതല്ലേ 225 കിലോമീറ്റർ. അപ്പോൾ ടാറ്റാ കാർഗിൽ. നമുക്ക് മഞ്ഞ് മല, ഇതാണ് കാർഗിൽ. ടെക്സ്റ്റുകളിൽ പഠിച്ചിട്ടുള്ള കാർഗിൽ. നമ്മൾ സ്റ്റേ ചെയ്തു ഗൈസ്, സ്റ്റേ ചെയ്തു. നാട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ടുന്ന ചിപ്സ്. ഇങ്ങനൊരു വീഡിയോ ഉണ്ട്, ഇപ്പോൾ ആരോ ചിപ്സ് കഴിക്കണേ. അപ്പോഴാണ് ഓർമ്മ ചെയ്യും നമ്മൾ വാങ്ങിച്ചോണ്ടുന്ന ചിപ്സ് ഇരിക്കുകയില്ലേ. നമുക്ക് ഇവിടുത്തെ വീടുകൾ പാറയുടെ മുകളിലാണ് വീടുകൾ. ഇത് നമ്മുടെ കാശ്മീരിലെ പോലത്തെ കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. ഇത് വേറൊരു ടോട്ടൽ കൾച്ചർ വ്യത്യാസം അല്ലേ. എന്ത് പറയാനും ഇവരുടെ ഫുഡ് ഞാൻ സമ്മതിച്ചു കൊടുത്തു കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് പോലെ രാത്രി ചോറില്ലാതെ പറ്റില്ല. നല്ല ബൊഫേക്കും ചോറുണ്ടായിരുന്നു. അവിടെ കുറേ കാശ്മീരികളാണോ ലഡാക്കികളാണോ എന്നൊന്നും അറിയില്ല, കുറേ പെണ്ണുങ്ങളുണ്ടായിരുന്നേ, സ്ത്രീകൾ. അവരെല്ലാവരും ചോറാണ് കഴിച്ചത്. ചോറ് ചപ്പാത്തിയൊക്കെ വളരെ കുറച്ച്, നമ്മളെപ്പോലെ തന്നെ കേട്ടോ. ഫുഡും ഒക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയാലാണോ റൊട്ടി 3 നേരം റൊട്ടി. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഓപ്ഷൻ കുറവാണ്. പോഹ, ആലു പറാത്ത, ഇതൊക്കെയാണ്. ഇതാണ് കാർഗിൽ. കാർഗിലിൻ്റെ ഭംഗി ഇതാണ്. ഇത്രയും വലിയ കുഞ്ഞ് സിറ്റിയാണ് കാർഗിൽ എന്ന് പറയുന്നത്. ഞാൻ ഇത്ര പോലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വളരെ കുഞ്ഞ് സിറ്റി ആയിരിക്കും കാർഗിൽ എന്നാണ് കരുതിയത്. നിറയെ ഹോട്ടൽ റൂംസും. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടൽ റൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങളിങ്ങനെ ബൈ കാറൊക്കെ പോവുകയാണെങ്കിൽ ഇതൊരു നല്ല സ്റ്റേ ആണ്. പിന്നെ ചിലർ നമ്മളൊരു ഫാമിലി മലയാളീസിനെ പരിചയപ്പെട്ടു. അവർ കാർഗിൽ വരെ കണ്ട് ഇവിടെ റൂം സ്റ്റേ ചെയ്തിട്ട് തിരിച്ച് നാളെ ഇന്ന് കാശ്മീർ പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഫ്ലൈറ്റിൽ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കാർഗിലൊക്കെ കാണാൻ വരുന്നവരുണ്ടെങ്കിൽ നമ്മൾ താമസിച്ച ഹോട്ടൽ നല്ല സ്റ്റേ ആട്ടോ, നല്ല സെറ്റ്. അതിലൊന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് കാർഗിലിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. മഞ്ഞുമലയും നിറയെ വീടുകളും അരുവികളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഭംഗിയുള്ള ഒരു വലിയ കുഞ്ഞ് സിറ്റി. ഇത് ഈ മരമാണ് കേട്ടോ. ഇതെന്ത് മരമാണെന്ന് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയില്ല. എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും ഉണ്ട്. യൂക്കാലിപ്സ് അല്ല, പിന്നെ ഒരു കളർ ഫ്ലവർ, ഒരെണ്ണം റോസ് പോലത്തെ ട്രീയിൽ നിൽക്കുന്ന ഫ്ലവർ ഉണ്ട്. ഇന്നലെ എനിക്ക് വന്ന വഴിക്ക് നിറയെ കണ്ടിട്ട് ഒട്ടും എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തു. പക്ഷെ അത്ര ഭംഗി, അല്ലെങ്കിൽ നിർത്തി എടുക്കാമായിരുന്നു അത് എന്ത് ഫ്ലവറാണെന്നുള്ളത്. എന്നാൽ നമ്മളെ ഹോട്ടലിൻ്റെ അവിടെ ആ ഫ്ലവറിൻ്റെ ഒരു തോട്ടമുണ്ട്. അതിൻ്റെ പോകുന്ന പാക്കേജിൻ്റെ ഇതൊക്കെ വെച്ചേക്കുന്നു കാർഗിൽ എന്നും പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആപ്പിൾ തോട്ടം കണ്ട വീഡിയോ ഇല്ലേ, എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ.
പക്ഷെ നമ്മൾ ദൂത് പത്രിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നിറയെ വീടിൻ്റെ സൈഡിൽ അവർ കൃഷി ചെയ്യുന്ന കുറച്ച് ആപ്പിൾ തോട്ടങ്ങളുണ്ടാവും. നല്ല പച്ചപ്പ്, തറയിൽ പച്ചപ്പ്, സൈഡിൽ കൂടെ അരുവിയും ഒക്കെ ആയിരുന്നു. നല്ല ഭംഗിക്ക് നിന്ന് കേട്ടോ. അവിടെ ഇറങ്ങാമെന്നൊക്കെ കരുതിയപ്പോൾ നമുക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് എടുത്തപ്പോൾ ആസിഫ് പറഞ്ഞു പോകുന്ന വഴിക്കുണ്ടെന്ന്. പക്ഷേ ഈ സെറ്റപ്പാണ് പോകുന്ന വഴിക്കുണ്ടായിരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറി വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയായിരുന്നു ആ ആപ്പിൾ തോട്ടം കാണാൻ. അതുപോലെ നമ്മളിപ്പം ആർട്ടിഫിഷ്യലായിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന കാണുന്നത് ഒരു ഭംഗി ഉണ്ടാവില്ല. മറ്റത് വീട്ടിലെ അവരുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നതും കൃഷി ചെയ്ത് കുറച്ചിപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ കൃഷി ചെയ്ത് നിർത്തിയിരിക്കണം ഒരു പോർഷൻ എടുത്ത്, അങ്ങനെയുള്ളത് കാണാൻ അതിൻ്റെ സൈഡിൽ കൂടെ അരുവിയൊക്കെ പോകുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അത് ആ ഭംഗി നമ്മൾ ആ തോട്ടത്തിൽ ഇറങ്ങിയപ്പോൾ കിട്ടിയില്ല അല്ലേ. മുട്ടക്കുന്ന് വാഗമണില്ല മുട്ടക്കുന്ന് പോലെ, അതുപോലെയല്ല അതിനെക്കാട്ടി വലിയ മുട്ടക്കുന്ന്. ഇവിടെ ഈ മരങ്ങളേ ഉള്ളൂ കേട്ടോ. കാശ്മീരിൻ്റെ ഭംഗിയുള്ള മരമല്ല, ഇത് വേറൊരെണ്ണം ഭംഗിയുള്ള മരമാണ് കേട്ടോ. വീടുകളുള്ള സ്ഥലം, കുറച്ച് ആൾവാസമുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള 2-3 മരം അവരുടെ വീട്ടിൻ്റെ മുന്നിൽ 2 സൈഡിലായിട്ടൊക്കെ നിൽക്കും. അത് കഴിഞ്ഞാൽ നമ്മളൊരു 5 കിലോമീറ്ററൊക്കെ പോകുമ്പോൾ ഒരു കുഞ്ഞു ജംഗ്ഷൻ വരും. ഓരോ ജംഗ്ഷനായിട്ട് ഇങ്ങനെ വരും. ആ ജംഗ്ഷനിൽ ഒരു 100 മീറ്റർ ഒരു സിറ്റി ആയിരിക്കും. അത്രയേ ഉള്ളൂ. ആ വില്ലേജ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഒരു 100 മീറ്റർ വില്ലേജ്. അവിടെ ഇത്രയും പച്ചപ്പാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കുഞ്ഞു വില്ലേജ് വരും. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ആ വില്ലേജ് കഴിയും. അതാണ് ഈ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു രീതി. ഇവിടുത്തെ വില്ലേജ് എല്ലാം വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് കാർഗിലും വളരെ ചെറുതായിരിക്കുമെന്ന് ഞാൻ കരുതിയത്. പക്ഷേ കാർഗിൽ അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് കേട്ടോ. എല്ലാം അത്യാവശ്യം റിലയൻസ് ട്രെൻഡ്സ് കണ്ടു, വേദിക്ക് അൾബേക്ക് വേണമെന്ന് പറഞ്ഞാൽ അൾബേക്ക് കണ്ടു. അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം നല്ല ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും ഒക്കെ ആയിട്ടുള്ള അത്യാവശ്യം വലിയൊരു സിറ്റിയായിരുന്നു കാർഗിൽ. പിന്നെ ടൂറിസ്റ്റ് ഏരിയ അല്ലേ. ഇത് നോക്കിയേ, മുട്ടക്കുന്ന്. ആ സൈഡിലും റോഡ് വരുന്നുണ്ട് കേട്ടോ. അങ്ങ് താഴ്ന്നേ റോഡ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് 1 വേ ആക്കും, അതും 1 വേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ 1 വേ ആക്കുമെന്ന് തോന്നുന്നു. കൃഷിത്തോട്ടമല്ല, അത് ഈ മരം തന്നെ. അവിടെ ഒരു കുഞ്ഞ് ഗ്രാമം, കുറച്ച് ആൾവാസമുള്ളൊരു സ്ഥലം. ഇത്ര തന്നെ ഇവിടുത്തെ വില്ലേജ് എന്ന് പറയുന്നത്. കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ പോകാനൊക്കെ നിൽക്കും. നമുക്ക് പിന്നെന്താ പറയാൻ വന്നു, ഞാൻ ഇന്ന് സോജില്ല പാസിൻ്റെ സ്റ്റാറ്റസ് ഇടാനായിട്ട് നമ്മൾ പറയുന്നത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡല്ലേ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വേൾഡിലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡുകളിലൊന്നാണ് സോജില്ല പാസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സത്യമായിട്ട് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. അഹങ്കാരം എന്ന് വേണമെങ്കിലും ചിലരൊക്കെ പറയും. പിന്നെ ഈ റോഡ് വഴി ഉള്ളുമാർക്ക് പോയില്ലെങ്കിൽ പിന്നെ ഇത്രയും ഡേഞ്ചറസ് ആണെന്ന് അറിഞ്ഞിട്ട് പോയില്ലെങ്കിൽ പിന്നെ എന്ന് പറയുന്നവരും ഉണ്ടാവും. പക്ഷേ ഇതെന്തോ നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. തിരിച്ചു ആ റോഡ് വഴി ഇറങ്ങണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പേടിയും ഉണ്ട് കേട്ടോ. നമ്മളെ കുളു മണാലി റോഡ് വഴി നമ്മൾ തിരിച്ച് പോകാനായിരുന്നു പ്ലാൻ. കുളു മണാലി 2 ദിവസം സ്റ്റേ ഒക്കെ ചെയ്തിട്ട് പോകാമെന്ന് കരുതി. പക്ഷേ ആ റോഡ് ക്ലോസ് ചെയ്തേക്കാണ്. സാധാരണ അങ്ങനെയാണ് ലഡാക്കിൽ ശ്രീനഗർ വഴി വന്നിട്ട് തിരിച്ച് വിടുന്നത് കുളു മണാലി വഴിയാണ്. അവിടെ ഭയങ്കര ഹെവി സ്നോഫോൾ, എനിക്ക് നാക്കെല്ലാം ഉടക്കി. ഹെവി സ്നോഫോളാണ് ഹിമാചൽ പ്രദേശ് കുളു മണാലി ആ റോഡ്. അതുകൊണ്ട് ആ റോഡ് ക്ലോസ്ഡ് ആണ്. കുറേ ദിവസം കൊണ്ട് ക്ലോസ്ഡ് ആണ്. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴേ ക്ലോസ്ഡ് ആണ്. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ചെയ്താൽ നമ്മൾ അതുവഴി പോവും, ഇല്ല എങ്കിൽ വീണ്ടും തിരിച്ചത് വഴി തന്നെ പോകും കേട്ടോ. എനിക്ക് ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. വലിയ രീതിയിലല്ല, ഇതുപോലെ ഒരുപാട് കാര്യം പറയുമ്പോഴും എന്തെങ്കിലും ഇപ്പോൾ തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കുമ്പോഴും ഒക്കെ ഭയങ്കര ഒരു കിതപ്പ് പോലെ. അമ്മയ്ക്കൊക്കെ ചെറിയ ശ്വാസം മുട്ടലിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടും നല്ല ക്ഷീണം അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് മായിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് നിങ്ങൾ റൂമിലെത്തുക, നാളെ ഇരിക്കേണ്ടത്തുനിന്ന് അനങ്ങരുത്, ഫുൾ റെസ്റ്റ് എടുക്കുക, നിങ്ങൾ അവിടെ ആയിട്ട് സെറ്റ് ആവണം. അതിന് എത്ര ഹെൽത്തി ആയിട്ടുള്ളവരാണെങ്കിലും അവിടെ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ വരും. അതുകൊണ്ട് നമ്മൾ മറ്റേ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, എങ്കിലും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നാളെ ഫുൾ റെസ്റ്റ് എടുത്തോളാം. എങ്ങും പോകരുത്, എവിടെയും പോകരുത്, റൂമിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെറും മുട്ട കുന്നാണെങ്കിൽ അത് കാണാനുള്ള ഭംഗി നോക്കിയേ, നല്ല രസമുണ്ട് കേട്ടോ. അത് മണൽ കുന്നാണെന്ന് തോന്നണല്ലേ, ചരള് മണലുണ്ട് അതിൽ, വെറും പാറയല്ല, അത് മണലാണ്. ഇതാ ഇതൊരു വില്ലേജാണ്. വില്ലേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വില്ലേജിൻ്റെ ദൂരം ഞാൻ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേറെ റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ വില്ലേജ് എന്നൊക്കെ പറയണത്. ഒരു കൂടി പോയ ഒരു 50 വീട് വരും ഒരു വില്ലേജിൽ. കഴിഞ്ഞു, വില്ലേജ് കഴിഞ്ഞു. ഒരു മോസ്കും കാണും, എല്ലാ വില്ലേജിലും ഒരു മോസ്കും കാണും, മസ്ജിദ്. ഇതൊക്കെ പഴയ വീട്, ഇടുങ്ങി പൊളിങ്ങി കിടക്കണം.
കഴിഞ്ഞു, വില്ലേജ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. വേറെ അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ റോഡുകളോ ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെ വില്ലേജോ ഒന്നുമില്ല. ഇത്ര ഒരു മസ്ജിദും കാണും, 5-6 വീടുകളും കാണും, കുറച്ച് ആൾക്കാർ കാണും, ഇതുപോലെ മരങ്ങളും കാണും. ഇതാട്ടോ ഞാൻ പറഞ്ഞ പൂവ്, നല്ല ഭംഗിയുണ്ട്. ഇലയൊന്നുമില്ല, മരവും ഉണങ്ങിയ മരവും അതിൽ നിറച്ച് പൂവും. അത് വൈഡായിട്ട് കാണിച്ചു വിട്ടാട്ടോ, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. മണമുണ്ട്. ഇത് ആൾക്കാർ വിറവിന് വേണ്ടിയാണെന്ന് തോന്നുന്നു വെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു അടുത്തൊരു വില്ലേജ്, ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഈ വില്ലേജ്. കൂടിപ്പോയതല്ല അതുവരെ ഉണ്ടാവും ആ വില്ലേജ്. മണം ഉണ്ടോ നോക്കട്ടെ. ഇതിന് എന്തെങ്കിലും കാര്യം തന്നെ എന്തോ മണമൊന്നുമില്ല. നല്ല വെള്ള കളറിൽ. ആപ്പിളല്ല, ഇനി ചെറിയ എന്തെങ്കിലും ആണോ എന്തോ. എൻ്റെ ആ വീട്ടിൽ വെള്ള കളറിൽ നല്ല പൂ നിൽക്കുന്നത്. എന്ത് പൂവാണ് എന്ത് മരമാണെന്ന് അറിയില്ല. ഇതിൻ്റെ ഒരു ഗാർഡനിലേക്ക് പോകുന്നതിൻ്റെ പാക്കേജ് നമ്മൾ കയറിയ ഹോട്ടലിൽ ഇരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പം അത് എന്തെങ്കിലും ഫ്രൂട്ടായിരിക്കും ചിലപ്പോൾ. വേണ്ട, അതിൽ ഇലയുണ്ട് പച്ചപ്പിൽ എന്തെങ്കിലും, ബാക്കിയെല്ലാം കരിഞ്ഞതിൽ പൂ മാത്രമായിട്ട്. ഓരോ വീടിൻ്റെ മുന്നേ നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ റോസായൊക്കെ പിടിപ്പിച്ചേക്കും പോലെ ഇവിടെയുള്ള വീടുകളിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെയൊക്കെ കൊണ്ട് നിർത്തി വീഡിയോ എടുക്കണം, നമ്മൾ തീവ്രവാദികളെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകും കേട്ടോ. ഇത് NH1 ആണ് ഈ റോഡിൻ്റെ പേര്. ശ്രീനഗർ ടു ലഡാക്ക് റോഡിൻ്റെ പേര് NH1. സോജില പാസ് എല്ലാം NH1 ആണേ. ഈ ലഡാക്കിൽ ടിബറ്റൻ കൾച്ചർ എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ താഴത്തെ കാര്യമെല്ലാം പറഞ്ഞാൽ മുകളിൽ ടിബറ്റൻസിൻ്റെ കൾച്ചറാണ്. ഇവിടെ നിറച്ച് ബുദ്ധിസ്റ്റ് ടെമ്പിളുകളും. എനിക്ക് പല വാക്കുകളും കിട്ടണില്ല, നാക്ക് ഇങ്ങനെ ഉടക്കിടക്കില്ല. ABCD പഠിക്കുന്ന പിള്ളേർ പറയുന്ന കണക്കാണ് ഞാൻ പല കാര്യങ്ങളും പറയണത്. അങ്ങനെയൊക്കെ ഉള്ള കുറേ ഇവിടെ നമ്മൾ പോകുന്ന വഴിക്കാണെന്ന് തോന്നുന്നു, ലോകത്തിലാണെന്നറിയില്ല, വലിയൊരു ബുദ്ധിസ്റ്റ് ടെമ്പിള് ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. ലമിയൂരോ അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലത്താണെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് കാണാനും നമുക്ക് ഇറങ്ങാം കേട്ടോ. ഈ റോഡ് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയോ ഏതോ മരുഭൂമി കൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോലെ ഉണ്ട്. ഇവിടെ പോകുന്ന വഴിക്ക് നമുക്ക് നിറയെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികൾ കാണാം. കുന്നിൻ്റെ മുകളിലും താഴെയും ഒക്കെ ആയിട്ട്. അതെല്ലാം ടിബറ്റൻ കൾച്ചറിൻ്റെ ഭാഗമല്ലേ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി എന്നൊക്കെ പറയണത്. എന്ത് രസമാണ്. ഇതിനകത്തൂടെ ഇങ്ങനെ നടന്നൊക്കെ പോവാം. കണ്ടോ ബുദ്ധിസ്റ്റുകളുടെ ഇത് പോകുന്ന വഴിക്ക് നിറച്ച് കണ്ടു കേട്ടോ. അതാ ഇങ്ങോട്ട് ഇത് ഈ ഒരു സ്ഥലം, എന്താ ഈ സ്ഥലത്തിന് എന്തോ ഒരു പേര് വെച്ചേക്കുന്നുണ്ട്. ആ സ്ഥലം കയറി പിന്നെ ഫുൾ ഏരിയ തന്നെ. കാർഗിൽ കഴിഞ്ഞ ടൗൺ കാണുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ ഒന്നുകിൽ ഇവിടെ വരിക അല്ലെങ്കിൽ കാർഗിൽ പോവുക. എത്ര കിലോമീറ്റർ ആയിക്കാണ് കാർഗിൽ കഴിഞ്ഞ്? 30 കിലോമീറ്ററായി. ഭൂമി പോലെ കിടപ്പുണ്ടേ, പക്ഷെ രസമുണ്ട് കാണാൻ. നമ്മൾ കാണാത്ത പുതിയ കാഴ്ചകൾ കാണുമ്പോഴേ അതിനൊരു പ്രത്യേക ഭംഗിയല്ലേ. മുട്ടക്കുന്നിൻ്റെ നടുവിൽ വേദയും ശ്രീകുട്ടിയും മനോജും. എനിക്ക് ഭയങ്കര ക്ഷീണം. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു, പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര ക്ഷീണം. എങ്കിലും ഇത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി എങ്ങനെ ഇറങ്ങിയത്. ബൂത്ത് ഖാർബു ഇവിടെ എത്തി ചായ കുടിക്കാനായിട്ടൊരു കടയിൽ നിർത്തി ചായ കുടിച്ചിട്ട് പോകുന്നതിന് കുറയ്ക്കാനുണ്ടോന്ന് നോക്കിയാൽ ഒരു പാക്കറ്റ് ചിപ്സ് തീർത്ത് ഞാൻ. അത് വലിയ കുഴപ്പമില്ല. ആ വേറെ എണീറ്റില്ല, അവിടെ അതിനകത്ത് കിടക്കുന്നു. നല്ല തണുപ്പ് കേട്ടോ ഇവിടെ. നമ്മൾ ഇന്നലെ വന്നില്ലേ സോജില പാസ്. ഇപ്പം ന്യൂസ് നമ്മളിപ്പം ഇൻസ്റ്റയിൽ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ പിന്നെ അതിൻ്റെ ഒരു റീൽസ് ആയിരിക്കുമല്ലോ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ ഇന്നലെ 27-ാം തീയതി 1 മണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു ടാക്സി കാറിൻ്റെ മുകളിൽ കൂടെ മഞ്ഞുമല ഇടിഞ്ഞ് വീണ് 4 പേര് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പാസ് ചെയ്ത് നമ്മൾ 1 മണിയായപ്പോൾ അവിടെ കാർഗിൽ വാർ മെമ്മോറിയലിൽ നിൽക്കുക കേട്ടോ. എന്ത് ഭാഗ്യം നോക്കി നമ്മളിങ്ങനെ പാസ് ചെയ്ത് വന്നു. അയ്യോ, എനിക്കത് കാണുമ്പോൾ നമ്മളെന്ത് ലക്കിയാണ് എന്ന് തോന്നുന്നു. ആ ഫുൾ റോഡെല്ലാം ബ്ലോക്കായി കാറിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇടിഞ്ഞ് വീണ് അതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മലയുടെ ഏറ്റവും മുകളാണ്. ഇതുവരെ റോഡ് ഞാൻ കണ്ടു. ഇനി എങ്ങോട്ട് പോകും? മല തീർന്നു, ഇനി എങ്ങോട്ട് നമ്മൾ പോകും? മുട്ടക്കുന്നുകൾ കയറി നമ്മൾ ഏകദേശം ഇങ്ങെത്തിയ കേട്ടോ. എത്രയോ ഫീറ്റ് ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചേക്കുന്നുണ്ട്. 12,000. നമ്മൾ സോജില പാസ് വരെ 11,000 എന്ന് കാണിച്ചു. ഇത് 12,000 എന്ന് കാണിക്കണം. എന്തായാലും നാഷണൽ ഹൈവേ അതോറിറ്റിയെ അപ്രിഷ്യേറ്റ് ചെയ്യണം.
ഇങ്ങനെ ഈ മൊട്ടക്കുന്നുകളെല്ലാം വെട്ടി ഇതുപോലെ യാത്രക്കാർക്ക് ഇവിടെ വരെ പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി സൂപ്പർ കേട്ടോ. പിന്നെ അതിൽ സോജില്ല പാസ് മാത്രം അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റൂ, അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ ടണലിപ്പോൾ വരില്ല, അതുകൂടെ വന്നാൽ സെറ്റാണ് കേട്ടോ. ഈ പാറ ഇടുക്കിനിടയിൽ കൂടെ ഇതാ ഇങ്ങനത്തെ റോഡെല്ലാം വെട്ടി നമ്മൾ ഏറ്റവും മുകളിൽ പോകാട്ടോ. ഈ ഹില്ലിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ടാണ് പോകുന്നത്. അതായത് അതിൻ്റെ ഏറ്റവും ടോപ്പാണ്. തിരിച്ചത് വഴിയായിരിക്കും നമ്മൾ വരണത്. പക്ഷെ വണ്ടികൾ ഇങ്ങോട്ട് വരണത് വളരെ കുറവ്. മല തീർന്നു, മലയുടെ ഏറ്റവും മുകളിലുള്ള റോഡാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞു, മല കഴിഞ്ഞു. ഇതിനി അങ്ങോട്ട് പോകും. ശ്രീനഗർ ലേ നാഷണൽ ഹൈവേയുടെ ഏറ്റവും ഹയസ്റ്റ് പാസ്, അതായത് റോഡിൻ്റെ ഒരു ഭാഗമാണ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ശ്രീനഗർ ലേ നാഷണൽ ഹൈവേയുടെ ഒരു ഹയസ്റ്റ് 13,479 ഫീറ്റ് പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയും ഹൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പാറ കുന്ന് തുറന്ന് റോഡ് തീർന്നു. ഇനി നമ്മൾ ലമയൂരു, എനിക്ക് തോന്നുന്നു താഴോട്ടായിരിക്കും അല്ലേ, ഇനിയും മുകളിലോട്ട് പോവും. ലമയൂര് പോയിട്ടായിരിക്കും, നോക്കാം. മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മുകളിൽ ഇനി വേറെ റോഡില്ല, തീർന്നു, മല തീർന്ന്, ഒന്നും കണ്ടുകൂടാ. ഇതിപ്പോൾ താഴോട്ടാണ് റോഡ് പോണത്. നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. യാക്ക് എന്ന് പറഞ്ഞ മൃഗമില്ലേ, യാക്ക്, എനിക്കിതിൻ്റെ മലയാളം അറിയത്തില്ല. നമ്മളിത് സൂവിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നണേ, പക്ഷെ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുകയാണ്. യാക്ക് ഇത് ഉപദ്രവിക്കുന്ന സാധനം എല്ലാം തോന്നുന്നു. കാട്ടിലുള്ളതാണ് ഈ മൃഗം, അതിനെപ്പറ്റി എനിക്കറിയില്ല. വീട്ടിൽ വളർത്തുന്നതാണോ, വീട്ടിൽ വളർത്തുന്നതാവില്ല, കാട്ടിലുള്ളതാണ്. കാരണം ഈ ഏരിയയിലെങ്ങും ഒരു മനുഷ്യർ പോലും ഇല്ല, വീടുകളില്ല. അപ്പോൾ വീട്ടിൽ വളർത്തുന്നതായിരിക്കില്ല, കാട്ടിലുള്ള മൃഗമായിരിക്കും, ഇങ്ങനെയുള്ള പ്രദേശത്തുള്ള മൃഗമായിരിക്കും യാക്ക്. അങ്ങനെ യാക്കിനെ നമ്മൾ നേരിട്ട് കണ്ടു ഇവിടെ ലഡാക്കിൽ പോകുന്ന വഴിക്ക്. നമ്മൾ ലമയൂർ വില്ലേജിലേക്ക് ഡ്രാവാണ്. ഇവിടെ നിറയെ ഹോട്ടൽസും ഹോം സ്റ്റേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കാർഗിലിൻ്റെ അത്ര ഇല്ല എങ്കിലും അത് കഴിഞ്ഞിട്ട് കണ്ട ഒരു അത്യാവശ്യം നല്ലൊരു സിറ്റി, ടൗൺ എന്ന് പറയാനൊന്നുമില്ല, ഒരു വില്ലേജ്. യാക്ക് ഈ സാധനത്തിനാണ് നമ്മളവിടെ കണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് ഡെമോ രസമുണ്ട് കേട്ടോ. അത് സത്യം നമ്മൾ ടിബറ്റ് വന്ന പോലെ ഉണ്ടല്ലേ. ഞാനും പോയിട്ടില്ല. ആക്കല്ലേ ഇവിടെ പാറയുടെ മുകളിൽ അമ്പലം കാണാൻ, അതിൻ്റെ മുകളിൽ വലിയ കയറണ്ട, ഒന്നാമത് ശ്വാസം മുട്ടത്. അയ്യെങ്കിൽ ഞാൻ കയറില്ല. ഇവിടെയൊക്കെ വന്നാൽ കുന്നുകൾ പല കളറിൽ, പല മോഡലിൽ, പല രീതിയിൽ അതൊക്കെ നോക്കുന്ന സ്റ്റൈലിൽ നിൽക്കണം. കേവ്സ് പോലെയൊക്കെ ഉണ്ട്, മണ്ണും കൂടെ ഉള്ളതാണേ. ഇതിപ്പം മഞ്ഞ കളറിൽ നിൽപ്പുണ്ട്. നിറയെ ഗസ്റ്റ് ഹൗസ്, ഹോട്ടൽ സ്റ്റേസ്. കറക്റ്റ് ലമയൂർ വില്ലേജ് എത്തിയില്ല എന്ന് തോന്നുന്നു, കുറച്ചുകൂടെ പോകണമെന്ന് തോന്നുന്നു. കണ്ടാ, ഇത് നമ്മൾ ഈജിപ്തിൽ വന്ന പോലെ ഉണ്ട്. ഈജിപ്റ്റ് എന്തൊക്കെ ഏതോ ഭാഷയിൽ, ലഡാക്കി ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ലഡാക്ക് ടിബറ്റൻ കൾച്ചറാണ്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് റോഡിലൊക്കെ കാണാനുണ്ട്. ഇത് ചെളി മണ്ണാണ് കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ. എനിക്കൊന്നും ഈ കട്ടയൊക്കെ ഉണ്ടാക്കി എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് അങ്ങനെ കുത്തിയെടുത്തെടുത്ത് ഇങ്ങനെ കിടക്കണായിരിക്കും കേട്ടോ. അപ്പോൾ ചുമന്ന പാറ, ഇത് പാറയാണേ. നിൽക്കണ കണ്ടിട്ട് തന്നെ ഭീകരത. ഇവിടെ റോഡ് പണി നടക്കണം. അപ്പോൾ എനിക്കൊന്ന് റോഡ് എങ്ങാനും വെട്ടിയിട്ട് എടുത്ത മണ്ണ് മാറി മാറി അങ്ങനത്തെ കളറിൽ വന്നതാവാം. വീണ്ടും സോജില്ല പാസ് കണക്ക് ഒരു റോഡും പൊളിഞ്ഞൊക്കെ കിടക്കണായിട്ട്. ഒരു ആക്സിഡൻ്റ് ആയി പൊളിഞ്ഞതാണ്, എല്ലാം കൂടി ഇടിഞ്ഞു വീണതാണ്, എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇതൊക്കെ ഭയങ്കര അപകടമുള്ള റോഡ് തന്നെ കേട്ടോ, സമ്മതിച്ചു കൊടുത്ത്. നമ്മൾ തിരിച്ച് വീടെത്തണമെന്ന് ഒരു പേടി എനിക്കുണ്ട്. ഞാൻ കരുതിയേ എന്തോന്ന് വില്ലേജ്, എന്തെന്നെ പേര്, ലമയൂര്. ഇനിയും ഉണ്ടെന്ന് കരുതി കേട്ടോ. അത്രയേ ഉള്ളൂ, ആ വില്ലേജ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടെമ്പിളും കാണാൻ പറ്റില്ല, മോണാസ്ട്രി. അത് വേറെ ഏതോ റൂട്ടായിരുന്നു തോന്നുന്നു. മോണ വഴിക്കാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. കണ്ടോ എന്തോ ഹൈറ്റിൽ നിൽക്കുന്ന പാറ നോക്ക്, മല. വണ്ടികളും വളരെ കുറവ്, കുറേ ലോറി ഡ്രൈവേഴ്സ്, ഇടയ്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ ടാക്സി ഡ്രൈവേഴ്സ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വല്ലപ്പോഴും ഒരു കാറ്, അത്രയൊക്കെ ഉള്ളൂ. അതിൻ്റെ ചുറ്റും പാറ, ഭീകരത.
കുറേ കിലോമീറ്ററുകൾക്ക് ശേഷം കുറച്ച് പച്ചപ്പ് കണ്ടു, കുറച്ച് മരങ്ങൾ കണ്ടു. മേ ബി ഇവിടെ ഒരു വില്ലേജ് ആയിരിക്കും. നമ്മൾ എവിടെയോ എത്തി ഗൈസ്. ഇനി എന്തായാലും ഒരു 100 കിലോമീറ്റർ കൂടെ ഉണ്ട് ലേയിലേക്ക്. ശ്വാസം മൺകട്ട ഇത് വിട്ടിട്ട് ഒരു വീട് വെച്ച തണുക്കൂല എന്തോ, തണുപ്പൊക്കെ ഉണ്ടോ. അങ്ങനെ 12:30 മണിയായി. ഒരു കട കണ്ടപ്പോൾ നിർത്തി. ഒരു മനുഷ്യർ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. കടയിലും ഒരു മനുഷ്യരില്ല. റൊട്ടി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ബാക്കി റൊട്ടിയുണ്ട്. നമ്മൾ പിന്നെ ഇത് വെളുത്തുള്ളി അച്ചാറും കൂടെ എടുത്ത് വെച്ച് കഴിക്കാൻ നേരി അവരിട്ട് കറി വേണ്ടേന്ന് പറഞ്ഞു. കറി വേണ്ട, വാഷ്റൂമിൽ പോയിട്ട് വരണത്, സ്റ്റൊമക്ക് പ്രോബ്ലം, പിക്കിൾ വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ റൊട്ടി മാത്രം പറഞ്ഞു. ആൾവാസം പോലും ഇല്ലാത്ത സ്ഥലം കേരള എന്നൊക്കെ പറയുന്നു. ടിഷ്യൂ ഒന്നുമില്ലേ? ഇത് ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം, ഗാർലിക് പിക്കിൾ. മാങ്ങ കൊണ്ടുവരുന്നോ? മാങ്ങാച്ചാറുണ്ടായിരുന്നില്ല എന്ന്. ടിഷ്യൂ പേപ്പറൊന്നുമില്ല. എഗ് സ്പൂൺ. സ്പൂൺ കൊണ്ടുവരുമ്പോൾ ഒരു സമയമാവും. കറി വെച്ചിരുന്നേ. ഇതൊക്കെ വേവിക്കണം കുക്കറിലിട്ട്. ഇനി കൊണ്ടുപോകാനേ മൊത്തം ഓയിൽ ഒലിക്കും. കഴിച്ചു നോക്കട്ടെ, കൊള്ളാമോ? വയറിനും നല്ലതാണ്ടാ. വൈകിട്ട് അവിടെയാണ് ഫുഡ്, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ. ഇവിടെ അല്ലേട്ടാ പോലീസിൻ്റെ ഇതിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തോ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് കേട്ടോ. ഇവിടെ എന്താണ് ഇതെന്ന് അറിയില്ല. ഓൺലൈനായിട്ട് എടുത്താലും ഇവിടെ നിന്ന് നമ്മളിത് കാണിച്ചിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇരുന്നുറങ്ങണടി. എന്തായിരുന്നു പ്രൊസീജിയർ? പൈസ വാങ്ങിച്ചാ? വെറുതെ ലൈസൻസ് ഒക്കെ മാത്രം. വണ്ടിയുടെ നമ്പർ മതി കാണിച്ചു തരട്ടെ. മാത്രമല്ല ഞാൻ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻഡസ് റിവർ കാണിച്ചു തരട്ടെ. ഗ്രീൻ കളർ, ഗ്രീനും അല്ല ബ്ലൂ അല്ല, ഇതെന്തൊരു കളറാണ്? കെറോസിൻ്റെ കളർ, ടക്കോയിഷ് ബ്ലൂവാ. കൊള്ളാം കേട്ടോ. ഇങ്ങനെ കളറിലുള്ളൊരു നദി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതാണ് ഫേമസ് ഇൻഡസ് റിവർ. ഇതെവിടെ നിന്ന് പറഞ്ഞായിരിക്കും? അങ്ങ് ഹിമാലയത്തിൽ നിന്നായിരിക്കും അല്ലേ? പഞ്ചാബിൽ നിന്നാ? എന്നെ പൊട്ടിയാണെന്ന് കരുതി ചുമ്മാ എന്നെ കളിയാക്കണം. ഞാൻ പൊട്ടിയത് അത് അതിൻ്റെ അപ്പുറം തന്തയ്ക്കും മോക്കും എന്നെ കളിയാക്കുമ്പോൾ കിട്ടുന്ന സുഖം. അപ്പോൾ ഇൻഡസ് റിവർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പാറ എന്തോന്ന് ഇൻഡസ് റിവറാ? ബോഡി എൻ്റെ കളർ നോക്കും, അതാണ് ഹൈലൈറ്റ്. കളർ കാണിച്ചു, കളർ കാണിച്ചു. പച്ചയും അല്ല നീലയും അല്ല, വേസ്റ്റ് കിടക്കണം. നോക്ക് കാണില്ലേ ഇൻഡസ് റിവറിൻ്റെ നദീകരയിൽ കിടക്കുന്ന വേസ്റ്റ്. നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾ തന്നെ വന്നിട്ട് വെള്ളം കുടിക്കും, കളയും, പേപ്പർ എടുക്കും, കളയും. ലഡാക്ക് എത്തുന്നതിന് കുറച്ച് മുന്നേ ഉള്ള റോഡാട്ടോ. ഒരു 10-30 കിലോമീറ്റർ ഈ റോഡാണ്. റോഡെന്ന് പറഞ്ഞാൽ അടിപൊളി റോഡ്. നമ്മൾ വേറെ ഏതോ കൺട്രിയിലൂടെ സഞ്ചരിക്കും പോലെ ഉണ്ട് കേട്ടോ. 2 സൈഡിലും മരുഭൂമി പോലെ. റോഡാണെങ്കിൽ ചോറിട്ടണം കേട്ടോ. അത്രയ്ക്ക് പോളിഷ് ആയിട്ടുള്ള നല്ല അടിപൊളി സൂപ്പർ റോഡ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ റോഡ് കാണുന്നത്. നല്ല പച്ചപ്പ് കാണുമ്പോൾ മനസ്സിലാക്കിയോളാം ഇതൊരു വില്ലേജാണ്, ഇവിടെ ആൾവാസം ഉണ്ടെന്ന്. ആ കാർഗിൽ കഴിഞ്ഞിട്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. ഇത്രയും സമയമായി നെറ്റും ഇല്ല, ഒന്നുമില്ല. മറ്റേ ആക്കാണ് പശു. എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ, ഭയങ്കര തലയ്ക്കൊക്കെ ഒരു വല്ലായിക. ക്ലൈമറ്റിൻ്റെ ആണോ ക്ഷീണിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല. നമ്മൾ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് കയറുമ്പോഴേക്കും നമുക്ക് ഓക്സിജൻ ലെവൽ കുറയും. നമുക്കല്ല, ഇവിടെ ഈ സ്ഥലങ്ങളിൽ. ഓക്കെ, എന്താ ഭംഗി നോക്കിയേ. കാണിക്കാനാണെങ്കിൽ ഭംഗികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതെന്തോ അവരുടെ ബുദ്ധ മൊണാസ്ട്രിയുടെ എന്തോ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇത് തന്നെ ടെമ്പിള്.
എന്താ പറയുക, ഹൈ ഓൾട്ടിറ്റ്യൂഡ് കയറുമ്പോൾ ഓക്സിജൻ ലെവൽ കുറയും. അപ്പോൾ നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂ വരും, ആ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും, അങ്ങനെയൊക്കെ കേട്ടോ. ഇതാണ് മണാലി റോഡ്. നമുക്ക് പോകേണ്ട ലെഫ്റ്റ് ലേ റോഡ്, മണാലി റോഡ് ഇതാട്ടോ. ഇതുവഴിയാണ് കാറുകളെല്ലാം തിരിച്ചു വിടുന്നത്. അത് ഓപ്പൺ ആയോ എന്നറിയില്ല, ഇന്നലെ വരെയും ഓപ്പൺ അല്ലായിരുന്നു. നമുക്ക് ഇപ്പോൾ പോകേണ്ട ലെഫ്റ്റ് സൈഡ്, തിരിച്ച് മണാലി റോഡാണെങ്കിൽ ഇതുവഴിയാണ് പോകേണ്ടത് കേട്ടോ. അതും അടിപൊളി രസമുള്ള റോഡെന്നാണ് പറയുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതുവഴി പോവാം, ഇല്ലെങ്കിൽ തിരിച്ച് വന്ന വഴി തന്നെ നമ്മൾ പോവേണ്ടി വരും. ഇതാണ് മാഗ്നറ്റിക് ഹിൽ. ഇത് 11,000 സംതിങ് ഫീറ്റ് ഹൈറ്റിലാണുള്ളത്. The phenomenon that defies gravity. Park your vehicle in the box marked with paint on the road and experience the wonder. ഇത് ഓട്ടോമാറ്റിക് ബാക്ക് പോവുക, ഫ്രണ്ട് വരെ, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഇതിനകത്ത്. നമ്മളെ കാറൂടെ എടുത്തിട്ടുള്ള വാ നോക്കാം തോന്നാണെന്ന്. അതാണെന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. ന്യൂട്രലിട്ട വണ്ടി ഓട്ടോമാറ്റിക് 10 to 15 കിലോമീറ്റേഴ്സിൽ മൂവ് ചെയ്യണ കാണാമെന്ന്. 10 to 15 കിലോമീറ്റേഴ്സിൽ ന്യൂട്രലിട്ട മൂവ് ചെയ്യണ കാണാമെന്ന്. സ്പീഡില് മൂവ് ചെയ്യണത് കാണാമെന്ന് പതുക്കെ. അതിവിടെയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വല്ല ബോക്സാ ഉണ്ടാന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു മാജിക് തന്നെ അത് വീട്ടിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത് ചിലപ്പോൾ പിന്നെ അങ്ങോട്ടെങ്ങാനും പോകുമ്പോൾ ഉണ്ടാന്ന് അറിഞ്ഞൂടാ. ന്യൂട്രൽ ഇടുമ്പോൾ അത് 10 മുതൽ 15 സ്പീഡിൽ ഇങ്ങനെ പോവും. മൂവ് ചെയ്യണം, നമുക്ക് കാണാൻ പറ്റുന്നത് ഓട്ടോമാറ്റിക്കായിട്ട്, നമ്മളൊന്നും ചെയ്യണ്ട. ലേ എന്ന് പറഞ്ഞാൽ കൂടുതലും കാറിനെക്കാട്ടി കൂടുതലും ബൈക്ക് റൈഡേഴ്സ് ആയിട്ടുള്ളത്. ലേഡീസൊക്കെ നോക്ക്, നല്ല കിടലം ബുള്ളറ്റിലൊക്കെ വന്ന് റൈഡ് ചെയ്യുന്നവർ. അവിടെയൊക്കെ എന്തോ ഇങ്ങനെ റൈഡ് ചെയ്യണ സെറ്റപ്പാണ് കേട്ടോ. മറ്റേ ബൈക്ക് ചാടിക്കാം. ആൾക്കാർക്കൊരു ബോധമൊന്നുമില്ല, റോഡിൻ്റെ നടുക്കേറി നിന്നാണ് ഫോട്ടോ എടുക്കണത്. അപ്പം ഞാൻ എടുത്തില്ലേന്ന്, എല്ലാവരും എടുക്കണുണ്ടായപ്പോൾ ഞാനും എടുത്തു. ചെറിയ ശ്വാസം മുട്ടൽ എനിക്കുണ്ട് കേട്ടോ. എനിക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല, കാറിലിരിക്കുമ്പോൾ ഞാനങ്ങ് ക്ഷീണിച്ച് എനിക്ക് പറ്റുന്നില്ല ഇരിക്കാൻ. ഈ തണുപ്പത്ത് മൊഹിറ്റോ വെച്ചു കുടിക്കുന്നു. ഞാൻ മസാല ടീ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. നമുക്ക് നേരെ ഹോട്ടൽ റൂം വേറെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ ഇറങ്ങി കണ്ടിട്ട് പോകും. ഹോട്ടൽ റൂം ഇതൊരു മെയിൻ പോയിന്റ് ആട്ടോ. ലഡാക്ക് 23 കിലോമീറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ റൂം 20 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഒരു നിരപ്പൊക്കെ കണ്ട് കുറച്ച് നേരത്തെ മുന്നേ. മഞ്ഞല്ല മലയും കുന്നും അതൊക്കെ മാറി നല്ല റോഡ് കയറിയിട്ടുണ്ട്. ഒരു 50 കിലോമീറ്റർ വരില്ല ഏട്ടാ നല്ല റോഡ്, നല്ല ബ്യൂട്ടിഫുൾ റോഡ്. ഇവിടെയൊക്കെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ജമ്മുവിലും ലേയിലൊന്നും ബസ്സില്ല കേട്ടോ. അതുകൊണ്ട് ജമ്മുവിൽ കണ്ടില്ല, ശ്രീനഗറിൽ, ജമ്മുവിലില്ലെന്ന് തോന്നുന്നു കേട്ടോ. ശ്രീനഗറിൽ കണ്ടില്ലേ. അപ്പം ശ്രീനഗറിലില്ല, ഇവിടെ ലേയിൽ. ശ്രീനഗർ കഴിഞ്ഞ് നമ്മൾ സോൻമാർഗൊക്കെ കഴിഞ്ഞ പാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും സ്കൂൾ കുട്ടികളും ഇവിടെ വഴിയാത്രക്കാരും ഒക്കെ ഇങ്ങനെ കാറിനിങ്ങനെ കൈ കാണിക്കും. നമ്മളിവിടെ ലിഫ്റ്റ് ചോദിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കും, കൈ കാണിക്കും. എനിക്ക് തോന്നുന്നു ബസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആരെങ്കിലും നിർത്തുമായിരിക്കും, അവരോടൊപ്പം കയറി പോകാമെന്ന് കയറി പോകുന്നതായിരിക്കും. അങ്ങനെ ആരെങ്കിലും കയറ്റിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെ ഇത്രയും ഭീകരതയുള്ള സ്ഥലത്തൊക്കെ. ഓരോ മുക്കിലും മൂലയിലും എല്ലാ സ്ഥലത്തും അതില്ല. എൻട്രി പാസ് എന്ന് പറഞ്ഞാൽ 100 രൂപ ലഡാക്ക്. പച്ച സമ്പത്ത് ഞാൻ പഠിച്ചു. എനിക്ക് ബസ് വരെ അറിയാവൂ. മറ്റത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എക്സാമിന് വേണ്ടി മാത്രം പഠിച്ച് കളഞ്ഞ സാധനമാണ്. ടേബിൾ എനിക്ക് 10 വരെ ഉള്ളത് കറക്റ്റ് അറിഞ്ഞൂടാ, പിന്നെയാണ് ഇനി ഹിന്ദി. മിണ്ടായിരിക്കുമോ. പ്രോജക്റ്റ് വിജയ് വെൽക്കംസ് യു ടു ലേ. ലേയിലേക്ക് നമ്മൾ എൻ്റർ ആയിട്ടുണ്ട്. ജസ്റ്റ് 9 കിലോമീറ്റേഴ്സ് ഉള്ളൂ ലേയിലേക്ക്. നമ്മൾ പോരുന്ന വഴിക്ക് ഒരു മിലിറ്ററി ഏരിയ ഉണ്ട് കേട്ടോ. ഒരു 2 കിലോമീറ്റർ വരും അല്ലേ. 2 സൈഡിലും വെരി ബിഗ്, കുറേ മിലിറ്ററി വണ്ടികളും ആൾക്കാരും ഒക്കെ ആയിട്ട്. അവിടെ വീഡിയോസ് എടുത്താൽ ചിലപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് നാട്ടിലേക്ക് തന്നെ ചിലപ്പോൾ അവർ വിടത്തില്ല. സൈഡിലൊക്കെ ഫുൾ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. ഇവിടെ എയർഫോഴ്സിൻ്റെ ഏരിയയാണ്, നല്ല വിമാനമൊക്കെ വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ. പോകുന്ന വഴിക്ക് അങ്ങനെ എയർഫോഴ്സിൻ്റെയും മിലിറ്ററിയുടെയൊക്കെ ഒരുപാട് ഓഫീസുകൾ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് എനിക്ക് തോന്നി ഈ വീഡിയോ എടുക്കുന്നത് അത് ശരിയല്ല. കാരണം നമ്മൾ അത്രയും റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് അവരുടെ ഒരു മേഖല എന്ന് പറയുന്നത്. എടുത്താലും ചിലപ്പോൾ പണിഷബിൾ ആണോ എന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കാത്തത്. ഇവിടെ ഫുൾ ഈ 2 സൈഡിലും കൂടുതലും ഓരോ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഇതേതാണ്, ഇത് മിലിറ്ററി ഏരിയ എന്ന് തോന്നുന്നു. നമ്മൾ ലേയിലേക്ക് പോകുന്നതിനൊരു
5 കിലോമീറ്റർ വരും അല്ലേ ഇനി? 5 കിലോമീറ്റർ വരുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം കണ്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി കാണുന്നു. ഇപ്പോൾ വാർ മെമ്മോറിയൽ ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇറങ്ങി എന്താണ് ഉള്ളിലൊന്ന് കണ്ടു നോക്കാം. ആർമി ഓഫീസേഴ്സിൻ്റെയാണ്. എന്നിട്ട് നമ്മൾ കണ്ട കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ അതേപോലെ ആവാം, നോക്കാം. ഇവിടെ എന്തോ ഇപ്പോൾ ക്ലോസ് ചെയ്തു കേട്ടോ. ടിക്കറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ആൾക്കാരെ കയറ്റില്ലായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇത് നമ്മുടെ കാർഗിൽ വാർ മെമ്മോറിയൽ കണ്ടില്ല, അതിൻ്റെ വേറൊരു പതിപ്പാണ്. അത്രയേ ഉള്ളൂ. ഈ സൈഡിലായിട്ട് വരും ലേ എയർപോർട്ട്. ഇതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് വീഡിയോ എന്നൊക്കെ എടുക്കാനായിട്ട്. ഇവിടെ 102 രൂപ പെട്രോൾ ഉള്ള ഒരു സ്ഥലത്തേക്ക്. എയർപോർട്ടിൽ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള റോഡാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നമ്മുടെ ഹോട്ടൽ. ഇതെല്ലാം മാഹിനാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാഹിൻ്റെ പാക്കേജിലാണ് നമ്മൾ ലേക്ക് ഇറങ്ങുന്നത്. 500 മീറ്റർ. കുഞ്ഞു ഗ്രാമമാണ്. അതിന് സ്കൂളൊക്കെ കണ്ട് നമ്മളിപ്പോൾ. ഇതെല്ലാം ഹോട്ടൽസാണ്. കാരണം എയർപോർട്ടാണ് കേട്ടോ. നേരെ ഇതിപ്പോൾ നമ്മൾ കയറി വന്നിട എയർപോർട്ട് അവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഹോട്ടൽസിന് വേണ്ടിയിട്ട് പണികൾ നടക്കുകയാണ്. ഏട്ടനല്ലേ പാലം ഭയങ്കര ഇഷ്ടം. എന്താണ് പാലം? മിലിറ്ററി പാലം. ലുങ്പ വേലി. ലുങ്പ വേലി പേര് തന്നെ ഒരു ഇതാണ്. എന്ത് സെറ്റപ്പ്? ലേസ് സെറ്റപ്പ്. വി ഡോണ്ട് ഹാവ് എനി ടൈ അപ്പ് വിത്ത് agoda.com. അഗോഡ വഴി ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നവർ ബുക്ക് ചെയ്യണ്ട കേട്ടോ. നമുക്ക് നോക്കാം റൂമൊക്കെ എങ്ങനെയുണ്ടെന്നേ. ലേയിലുള്ള എയർപോർട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ മാറിയിട്ടുള്ള ഹോട്ടൽ ലുംപ വേലിയിലാണ് റൂം. നമുക്ക് മാഹീനാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലേയിലെ എല്ലാം ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മാഹീനാണ്. മാഹീൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. മാഹീൻ കൂടുതലും ബൈക്ക് റൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ആളാണ് മാഹീൻ. ബൈക്ക് റെൻറ്റിന് കൊടുക്കുക, അവർക്ക് പാക്കേജ് കൊടുക്കുക. അല്ലാതെ നമ്മൾ ഫാമിലി ആയിട്ട് വന്നാൽ അങ്ങനെയും ചെയ്തു തരും. കൂടുതലും ബൈക്ക് റൈഡേഴ്സ് അല്ലേ ലേയിൽ വരുമ്പോൾ ഉള്ളത്. അപ്പോൾ ബൈക്കിൻ്റെ ഒരിത് മാഹീന് കൂടുതലുണ്ട്. മാഹീൻ ഇപ്പോൾ ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുകയാണ്. നമ്മൾ 1-ാം തീയതി എന്തോ മാഹീൻ വരും. മാഹീനെ മീറ്റ് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് മാഹീനോട് ചോദിച്ചിട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ചെക്ക് ഇൻ ചെയ്തു. നല്ല ഹോട്ടൽ, നല്ല റൂം, നല്ല ടോയ്ലറ്റ്. ഹായ്, വെൽക്കം ടു ഹോട്ടൽ ലുംപ വേലി സർ. Thank you, Manoj. I'm Mustaq. ഹോട്ടൽ ഓണറാണ് പുള്ളി. ഗിരി. നമുക്കതാണ് ഗിരി. നമുക്കതാണ് എളുപ്പം. അങ്ങനെ നമ്മളിത് ചെക്ക് ഇൻ ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ ചായയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. കുറേ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് ലോണ്ട്രി കൊടുക്കാനുണ്ട്. അപ്പോൾ പുള്ളി അത് സെറ്റ് ചെയ്ത് തന്നു. ഇവിടെ ഇല്ല, തൊട്ടടുത്ത് ലോണ്ട്രി ചെയ്യുന്നിടം ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പുള്ളി കൊണ്ടുപോവാം. കൂടെ ഒരാളോട് ചെല്ലാൻ പറഞ്ഞു. ലോണ്ട്രി കൊടുക്കാൻ പോകുന്നതേ ഒരാൾ കൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ലോണ്ട്രി എല്ലാം കൊടുത്ത് വേറൊരു ആക്ടിവിറ്റി ഇല്ല. ഇന്ന് റെസ്റ്റാണ്, നാളെ റെസ്റ്റാണ്. നാളെ ഇവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ് ഉണ്ടെന്ന് പറഞ്ഞു. മിക്കവാറും നമ്മുടെ ഇവിടത്തെയും ഗൈഡ് ആസിഫായിരിക്കും കേട്ടോ. ആസിഫിന് ഇവിടെയും പാക്കേജസൊക്കെ ആസിഫും ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് മാഹീൻ വഴിയാണ് ആസിഫിനെ പരിചയം. മാഹീനാണ് നമുക്ക് ഫസ്റ്റ്. അതുകൊണ്ട് മാഹീൻ വഴിയാണ് നമ്മൾ. അപ്പോൾ മാഹീൻ മിക്കവാറും ആസിഫിനെ ആയിരിക്കും അറേഞ്ച് ചെയ്ത് തരുതാന്ന് പറഞ്ഞു. ആസിഫ് ഇവിടെ ഉണ്ട്, കുറേ വിയറ്റ്നാമി ലേഡീസിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. ആസിഫായിരിക്കും മിക്കവാറും നമ്മുടെ മറ്റന്നാൾ മുതലുള്ള ഗൈഡ്. ഇതാട്ടോ അവരുടെ ഡൈനിങ് ഏരിയ. ആക്ച്വലി ഇന്ന് നമ്മൾ മാത്രമേ ഗസ്റ്റ് ആയിട്ടുള്ളൂ. എനിക്കൊന്ന് ഗിരിയുടെ കുഞ്ഞായിരിക്കും. അപ്കാ ബേട്ടാ? അപ്കാ My daughter. ഡോട്ടർ ബേട്ടി. Who is she? She's my daughter. She's my mom. ഓക്കെ. ഏട്ടാ, വാട്ട്സ് യുവർ നെയിം? Her name is Amaira. അമൈറ. Yeah. ലഡാക്കി ഗേൾ. Ladakhi girl. My daughter. ഗിരിയുടെ My mother. അമ്മ. Amida. നമസ്തേ. Salams. വെൽക്കം ടീ ഫ്രം ലുംപ വേലി. കാവ? It's a mint tea, ma'am. mint tea. Actually, ma'am, we don't use any sugar in our hotel. We use honey. Honey. And sometimes good. I don't know how. Can you please show the picture of ഗുഡു? ശർക്കര ആയിരിക്കും. Yeah, sugar cane. I'll show you. ചിലപ്പോൾ ഷുഗർ കെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ജാഗറി. गुड़ मीठा होता है ना, मीठा शक्कर टाइप बोलते हैं, शक्कर बोलते हैं। ജാഗറി.
इंग्लिश में क्या बोलते हैं उसको? ജാഗരി ശർക്കര शुगर केन शक्कर शक्कर ജാഗരി ശർക്കര കേരള में also ശർക്കര शक्कर बोलते हैं वैसे. 1 2 3 നമ്മൾ എങ്ങനെയാണ് ഡ്രസ്സൊക്കെ കഴുകണമെന്ന് എല്ലാവരും ചോദിച്ചു. ഇതൊക്കെയാണ് പരിപാടികൾ. ഓരോ ഹോട്ടലിൽ ചെല്ലുമ്പോൾ കുറച്ച് കൂടുതൽ ദിവസം ഉള്ള ദിവസം ആ ഹോട്ടലിന് കഴുകാനായിട്ട് കൊടുക്കും. 1 2 3 4 5 एक एक पहले 2 बॉटल लाए लिया. हाँ जी. കൊള്ളാം. അങ്ങനെ നമ്മുടെ ഡ്രീം ട്രിപ്പിൻ്റെ ഏകദേശം 99% നമ്മൾ ലഡാക്ക് എത്തി. ഇനി ഇവിടെ എല്ലാം കാണുക എന്നുള്ളൊരു ടാസ്ക് കൂടെ മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ എങ്ങും പോകുന്നില്ല. നമ്മളിവിടെ ആയിട്ട് ഇവിടെ ഓക്സിജൻ ലെവലൊക്കെ കുറച്ച് കുറവാണ്. ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഫുൾ റെസ്റ്റാണ്. ചിലപ്പോൾ ഇവിടെ അതിൻ്റെ ലോക്കൽ സൈറ്റ് സീയിങ് ഉണ്ടായേക്കാം. അല്ലാതെ വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ. അപ്പം നാളത്തെ വിശേഷമായിട്ട് നാളത്തെ വീഡിയോ കാണാം. ടാറ്റാ ബൈ.